ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ. നമുക്ക് മാമ്പഴ പുളിശ്ശേരി വളരെ ലളിതമായ രീതിയിൽ എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം. അപ്പം ഞാൻ നന്നായിട്ട് പഴുത്ത 3 മാങ്ങ എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ടൊന്ന് ഞവടി വയ്ക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ, 4 5 കാന്താരി മുളക്, സാധാരണ മുളകായാലും മതിയാകും, 1 2 ഇട്ടാൽ മതിയാകും. അല്പം ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ മാങ്ങയിലേക്ക് ഈ മിക്സും കൂടി ചേർത്ത് അല്പം ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കാം. അതിലേക്ക് 1 കപ്പ് തൈര് ഇപ്പോൾ ഞാനിപ്പോൾ പശുവിൻ പാൽ ഉറയൊഴിച്ച തൈരാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റ് തൈരായാലും മതിയാകും. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പക്ഷേ അത് പിന്നീട് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് നന്നായിട്ട് ചൂട് കയറിയാൽ മതിയാകും. വാങ്ങിയതിന് ശേഷം കടുക് താളിച്ച് ഒഴിച്ച് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും അറിയാമല്ലോ, നല്ല പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ മാമ്പഴ പുളിശ്ശേരിക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.